ഈ സിനിമയിൽ ഞങ്ങളൊരു സോങ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞ പാട്ട് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം ഓഡിയൻസിനെ ഇമോഷണലി ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ആക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില ഓഡിയൻസ് ഒക്കെ ചെല്ലുമ്പോഴത്തേന് പറയും ഇന്ന സിനിമയിൽ ഇന്ന ആള് ലാലേട്ടനെയൊക്കെ ഓർമ്മിച്ച അതുപോലൊന്ന് ശ്രമിച്ചു നോക്കും. നമ്മളവിടെ കിടക്കുന്നു ലാലേട്ടൻ്റെ മുമ്പിൽ. ഇതില് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ആർട്ടിസ്റ്റുകൾ ആരും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ഇപ്പൊ ഗുരു എന്ന് പറയുന്ന ലാലേട്ടൻ്റെ എപ്പിക്കായിട്ടുള്ളൊരു സിനിമയാണ്. അതിലെ ലാമപ്പഴം എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന്, ആ അന്ധത എന്ന് പറയുന്നത് മതം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണെന്നൊന്നും മനസ്സിലാകാതെ സിനിമ കാണുന്ന ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് ആ പടം ഇഷ്ടപ്പെടാത്ത ആളുകളെ എനിക്കറിയാം. ഒരു സിനിമ കാണുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ആ ടെക്നിക്കൽ ഡീറ്റെയിൽസും കൂടെ അറിയുമ്പോൾ സിനിമ കാണുമ്പോൾ സിനിമയിലേക്ക് ശ്രദ്ധ പോണില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ആ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന ആളായിരുന്നു സക്രിയ ചേട്ടൻ എന്നുള്ള കാര്യം എനിക്കറിയാവുന്ന ആളല്ലേ. ഞാൻ നേരെ വിളിച്ച് ഇപ്പുറത്ത് ജഡ്ജായിട്ട് കൊണ്ടുവന്നിരുത്തി. സിനിമാ ഭ്രാന്തൻ എന്ന് കൂടെ ഉള്ളത് തഗ് എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഫുൾ ടൈമില്ല, കുറച്ച് ടൈമാണ്. സംവിധായകൻ ബാലു, സക്രിയാൻ, ക്ലെയർ. ഈ മെയ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വലിയ വലിയ സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. ഒരു ദിവസം തന്നെ 10-12 സിനിമകൾ അടുപ്പിച്ച് റിലീസ് ആവുന്നുണ്ട്. അതായത് ഇപ്പം പലരും തിയേറ്ററിൽ എല്ലാവരും പോയി സിനിമ കാണുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി നേരത്തെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു 2-3 വർഷം മുന്നേ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ കുറവാണ്. OTT വരാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ടൈമിൽ തഗ് എന്ന സിനിമ ലൈക്ക് പ്രോമിസിംഗ് ആയിട്ട് എന്തായിരിക്കും പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് വളരെ കുറച്ച് ഡ്യൂറേഷനേ ഉള്ളൂ. ഇത് മറ്റുള്ള വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിനെ 100% നീതി പുലർത്തിയാണ് പോകുന്നത്. ഇതിൽ എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ആർട്ടിസ്റ്റുകൾ ആരും നിങ്ങൾ നിരാശപ്പെടുത്തത്തില്ല. എൻ്റെ ആർട്ടിസ്റ്റുകളെല്ലാം ഗംഭീരമായിട്ട് പെർഫോം. എൻ്റെ ആർട്ടിസ്റ്റുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സീനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ പുതുതായിട്ട് വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഞങ്ങളൊരു സോങ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞ പാട്ട് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ട് സുദീപ് സിംഗറിന്റെ സൗണ്ടിൽ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓഡിയൻസിനെ ഇമോഷണലി ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ആക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഇറങ്ങുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ നല്ലൊരു സിനിമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് നല്ലൊരു സിനിമ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇത് ഭയങ്കര വിജയമാകുന്നു, 100 കോടി ക്ലബിൽ കയറിയാൽ സന്തോഷം. ഇങ്ങനെ ട്രോൾസ് ഒക്കെ വരാൻ തുടങ്ങി. ഈ ക്ലാഷിന്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ ട്രോൾസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഓവർഫ്ലോ ടിക്കറ്റ്സ് ഒക്കെ കിട്ടുമോ, അവിടെ കയറാതെ ഇവിടെ വന്ന ടിക്കറ്റ്. അതിപ്പോ നടക്കത്തില്ല. അതുകൂടെ ഞാൻ പറഞ്ഞേക്കുന്നത്. കിട്ടുന്ന അവസരം ഞാൻ മുതലാക്കുകയാണ്. പണ്ടായിരുന്നു ആ പരിപാടി. ഇപ്പൊ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് നോക്കി ഇന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് ഒരു ഫാമിലി സിനിമയ്ക്ക് ഞാൻ പറയുന്നത്. ഞങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇത്ര ആർട്ടിസ്റ്റുകളെ വെച്ച് പടം എടുക്കുമ്പോൾ തീരെ ഞങ്ങൾക്ക് ബഡ്ജറ്റ് ക്ലാസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് ഞങ്ങൾക്ക് ഒരു 10-15 ടിക്കറ്റ് മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് ലാഭം കിട്ടില്ല. ഞങ്ങളുടെ വിശ്വാസം ഇപ്പോഴും ഞങ്ങളുടെ കണ്ടന്റിലാണ്. ഞങ്ങൾ സംസാരിക്കുന്ന വിഷയം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിനെ ഞങ്ങൾ ഒട്ടും മോശമാക്കാതെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസം. പിന്നെ എല്ലാത്തിനും 2 സൈഡും ഉണ്ടാവും. അതിപ്പോ പറഞ്ഞാല് ഒരുപാട് ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടാത്ത ആളുകളെ എനിക്കറിയാം. വേറെ രീതി കൺസീവ് ചെയ്തിരിക്കുന്ന ആളുകളെ അറിയാം. ഇപ്പൊ ഗുരു എന്ന് പറയുന്ന ലാലേട്ടന്റെ എപ്പിക്കായിട്ടുള്ള ഒരു സിനിമയുണ്ട്. അതിലെ ലാമപ്പഴം എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന്, ആ അന്ധത എന്ന് പറയുന്നത് മതം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണെന്നുള്ളതൊന്നും മനസ്സിലാകാതെ സിനിമ കാണുന്ന ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് ആ പടം ഇഷ്ടപ്പെടാത്ത ആളുകളെ എനിക്കറിയാം. ഓസ്കാർ നോമിനേഷൻ പോയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ 2 വശം ഉണ്ടാവും. ആളുകൾ എങ്ങനെ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. 6-ാം തീയതി കഴിഞ്ഞിട്ട് കാണാം. പിന്നെ നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ, ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും റെസ്പോൺസ് ഏതാണെങ്കിലും അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാൾ നെഗറ്റീവ് പറയുമ്പോൾ അയ്യോ അത് പറ്റത്തില്ല, അത് പറ്റുന്ന കാര്യമില്ല. സക്രിയ ചേട്ടൻ എങ്ങനെ ഇതില് ഇവരുടെ ഈ ടീമിന്റെ കൂടെ തന്നെ ബിഗിനിങ് സ്റ്റേജ് തൊട്ടേ ഉണ്ടായിരുന്നോ? അഭിനയത്തിനുള്ള ഒരു പാഷൻ കൊണ്ട് ഇങ്ങനെ? പാഷൻ കൊണ്ടാണ് ഇവരിലേക്ക് എത്തിപ്പെട്ടത്. ഇവർ നേരത്തെ ഒരു സിനിമ ചെയ്തിരുന്നു ഇതുപോലെ തന്നെ, ഒരു ചെറിയ സിനിമ അതിപ്പോൾ റിലീസ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആ സിനിമയുടെ ഭാഗമായിട്ട് വന്ന് ഇവരെയൊക്കെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇവരൊരു ഓഡിഷൻ വെച്ചപ്പോഴാണ് ശരിക്കും ഇവരുമായിട്ട് കൂടുതൽ അടുത്ത്. ഞാൻ പറയട്ടെ, എന്താ പറയാ, അത് എനിക്ക് അറിയാം. എന്താ പറയാ, ഞങ്ങള് ഇതുപോലെ ചിന്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പടത്തിലൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള എൻ്റെ ചേട്ടനാണ്. ചിന്തേൻ്റെ ഒരു സിനിമ ഞാൻ അസോസിയേറ്റ് ചെയ്തത്, ഞാനതും ചീഫ് അസോസിയേറ്റ്. ഞങ്ങൾ അതിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. പരിചയപ്പെടുന്നത് അങ്ങനെ കണക്ഷൻ ആണല്ലോ സിനിമകൾ തമ്മിൽ. അപ്പം ഞങ്ങള് ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഓഡിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ കലൂര് വെച്ചിട്ട്. അപ്പോൾ ഓഡിഷൻ്റെ ഒരു ചെറിയ ബ്രേക്കിൽ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ സക്രിയ ചേട്ടൻ നിൽക്കുന്ന അവിടെ. അപ്പം ഞാൻ ഓടി വന്നിട്ട് സക്രിയ ചേട്ടൻ എന്തുണ്ട് വിശേഷം വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ അകത്ത് കൊണ്ടുപോയി. ഞാൻ
ഈ പറഞ്ഞ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യാൻ എന്റെ അടുത്ത് ഇരുത്തിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഗ്യാപ്പിലൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു. ഓഡീഷന് പോയ ആള് ഇവിടെ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ആ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വന്ന ആളായിരുന്നു സക്രിയ ചേട്ടൻ എന്നുള്ള കാര്യം. എനിക്കറിയാവുന്ന ആളല്ലേ, ഞാൻ നേരെ വിളിച്ച് ഇപ്പുറത്ത് ജഡ്ജായിട്ട് കൊണ്ടുവന്നിരുത്തി ആള്. പിന്നീടാണ് അറിയുന്നത് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. ഓഡിഷന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്. പിന്നെ ഞങ്ങൾ ചെറിയ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു. അപ്പൊ അതിൽ നിന്ന് പുള്ളി ഇന്നൊരു ക്യാരക്ടർ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം രഹസ്യമായിട്ട് വരുന്ന നമ്മുടെ ടീം അറിയാതെ വിളിച്ചു ചോദിച്ചു, ബാലു എടുത്ത തീരുമാനം ശരിയാണോ, എന്നെ കൊണ്ട് പറ്റുന്നതാണോ? അത് 100% ഇല്ലെങ്കിൽ ഞാൻ ജയിച്ചോളാം പറഞ്ഞു. അതിന്റെ കഴിവ് ബാലുനുണ്ട്. ഒരാളെ കിട്ടിയാൽ. പക്ഷെ അവസരം തന്നില്ല, കഷ്ടപ്പെടുത്തി ചെയ്യിപ്പിക്കാനുള്ള അവസരം തന്നില്ല. നന്നായിട്ട് പെർഫോം ചെയ്യും. അതിപ്പോ ക്ലിയർ ആണല്ലോ. അതെ, ക്ലിയറിന്റെ ഒരു നമ്മള് മാത്രം പ്രൊമോഷൻ ഇല്ലേ? ക്ലിയറിന്റെ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ക്ലിയർ ആർട്ടിസ്റ്റ് ആണെന്ന് നമുക്ക് അറിയാമെങ്കിലും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ ഫസ്റ്റ് ഡേ ഒക്കെ വന്ന് ക്ലിയർ ആദ്യം ഭയങ്കര പാവമായിട്ടൊക്കെ നിൽക്കുന്നു. അന്ന് വന്ന് ചെയ്തു പോയി, നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ധ്യാൻ ജയനുമായിട്ടായിരുന്നു ഫസ്റ്റ് ഷോട്ട് ധ്യാൻ ജയനുമായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ചെയ്തു പോയി. ഓക്കെ, രണ്ടാമത്തെ ദിവസം വന്നപ്പോ ക്ലിയർ ഫ്രീ ആയി, അലമ്പായി അവിടെ. അപ്പൊ അല്ല സോറി, ഞാൻ ടോപ്പിക്കിൽ നിന്നുമല്ല. പക്ഷെ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ആക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു സെക്കൻഡിൽ ആൾ ഈ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്നത്. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അതുവരെ ഉണ്ടായിരുന്ന തമാശയും കാര്യങ്ങളും എല്ലാം മാറ്റി നേരെ വരുന്നു. വളരെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട് വലിയ കോംപ്ലിമെന്റ് നല്ല സുഖമുണ്ട് കേൾക്കായിരുന്നു. പക്ഷെ എല്ലാരും അങ്ങനെ പറയണമെന്നൊന്നും ഇല്ല കേട്ടോ. അത് ഇവർക്ക് അങ്ങനെ അടിപൊളി തോന്നി, പക്ഷെ ഓഡിയൻസിനും കൂടെ അങ്ങനെ തോന്നുന്നു. യെസ്, ഇവർക്ക് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. പക്ഷെ അത് എല്ലാവർക്കും ചില ഓഡിയൻസ് ഒക്കെ ചെല്ലുമ്പോഴത്തേന് പറയും, ഇന്ന സിനിമയിൽ ഇന്ന ആള് ലാലേട്ടനെ ഒക്കെ ഓർമ്മിച്ച അത് ചെയ്തിട്ടില്ലേ, അതുപോലൊന്ന് ശ്രമിച്ചു നോക്കും. നമ്മളവിടെ കിടക്കുന്നു ലാലേട്ടന്റെ മുമ്പിൽ. അപ്പൊ അതുപോലെ ഒന്നല്ല, ബാലു പറയണ എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്നതുപോലെ ചെയ്യണം ചേട്ടാ എന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം ചോദിക്കും, ചേട്ടാ ഇതന്നെയാണോ ഉദ്ദേശിച്ചത്, ഇതന്നെയല്ലേ? അത്ര ഈസി അല്ല ശരിക്കും പറഞ്ഞാൽ. ബാലുവിന്റെ ഒക്കെ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. എന്ന് വെച്ചാൽ എന്താണ് വേണ്ടത് കറക്റ്റ് മൈന്യൂട്ട് സാധനം കിട്ടാതെ പുള്ളി വിടൂല്ല. സ്ട്രിക്റ്റ് ആണല്ലോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ. ഞാൻ അഭിനയിക്കും മാത്രമേ ഉള്ളൂ. അല്ല, അത് ശരിക്കും പറയണം വെച്ചാല് ഡയറക്ടറാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു ക്യാരക്ടറൂടെ ചെയ്യുമ്പോഴേ അതിന്റെ വെല്ലുവിളി വേറെയാണ്. തുടക്കക്കാരൻ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ എല്ലാം ഏറ്റവും വലിയ സമാധാനം. സ്വന്തമായിട്ട് ഡയറക്ട് ചെയ്ത് അഭിനയിക്കുമ്പം അതെങ്ങനെയായിരുന്നു? അല്ല, സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട്. നമ്മൾ ഈ പറഞ്ഞ ഹെക്ടിക് ആയിരുന്നു, ഉറക്കമൊന്നുമില്ല. ഞങ്ങൾ 2-3 മണിക്കൂറൊക്കെ ആവും. ഏറ്റവും ലാസ്റ്റ് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കപ്പിന് പറയുന്നതിന് മുമ്പ് ഞങ്ങളൊരു ദിവസം രാവിലെ 7:30 ഷൂട്ട് തുടങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോഴാണ് പാക്ക് പറയുന്നത്. അപ്പൊ അത്രയും ടൈറ്റ് ആയിട്ട് ഉറങ്ങിയ പോലും ഇല്ലാതെ ഭക്ഷണം പോലും കഴിക്കാൻ ഞങ്ങളൊക്കെ നോക്കിയതാണ്. ഈ പാക്കപ്പ് പറഞ്ഞ് തീരുമ്പോഴാണ് എനിക്ക് ബോധം ഉദിക്കുന്നത്. ഞാൻ എന്റെ ആദ്യത്തെ സിനിമ എടുത്ത് തീർത്തു, ഞാൻ അഭിനയിച്ചു, ഞാൻ ഇന്ന ആളുകളെയൊക്കെ വെച്ച് ഡയറക്ട് ചെയ്തു, ഒരു സെൽഫി പോലും എടുത്തില്ല. ഇങ്ങനെ പിന്നെ ഞാൻ ആരെങ്കിലും സെൽഫി എടുത്തില്ല, മറ്റേ ഇൻസ്റ്റയിലിടാനുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ പിന്നെയാണ്. അതുവരെ ഇത് അറിയാണ്ടങ്ങ് പോയി. ഇനിയിപ്പോ കണ്ടിട്ട് പറയാം. ഞാൻ ഫസ്റ്റ് കട്ട് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ തന്നെ കൊള്ളാല്ലേ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയല്ലോ. എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഫൈനൽ കട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? അതങ്ങനെ ചോദിക്കാൻ എന്റെ വർക്കിനെ കുറിച്ച് ഞാനല്ല പറയേണ്ടത്, സിനിമയാണ് സംസാരിക്കേണ്ടതെന്നാണ് ലെജൻസ് പറഞ്ഞിരിക്കുന്നത്, ഞാനല്ല കേട്ടോ. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എന്റെ അഭിപ്രായം എനിക്ക് പറയാലോ. ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഏത് റിവ്യൂവിനെ നേരിടാൻ ഞാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നല്ലൊരു സിനിമയാണ്, കുഞ്ഞൊരു സിനിമയാണ്. ഈ ധ്യാൻ ചേട്ടന്റെ സിനിമകളിലെല്ലാം നോർമലി റിവ്യൂസ് വരാറുണ്ടല്ലോ, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അപ്പൊ എന്തായാലും പ്രിപ്പയർഡ് ആയിട്ട് തന്നെ തീർച്ചയായിട്ടും സിനിമ ഒരുക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രൊഡ്യൂസർ തൊട്ട് ലൈറ്റ് ബോയ് വരെയും പ്രിപ്പയർഡ് ആയിരിക്കണം ഇന്നത്തെ കാലത്ത്. ഏത് നെഗറ്റീവ് വശവും പറയാം. ശരിയാണ്. ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്നവരെ വരെ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽസ് ആണ്. പക്ഷെ അത് ഇങ്ങനെ നമ്മള് ഒരു സിനിമ കാണുമ്പോ ഇപ്പൊ എല്ലാവർക്കും ആ ടെക്നിക്കൽ ഡീറ്റെയിൽസും കൂടെ അറിയുമ്പോ സിനിമ കാണുമ്പോ സിനിമയിലേക്ക് ശ്രദ്ധ പോണില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. റിവ്യൂ ചെയ്യാൻ വരുന്നവര് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭാഗം നോക്കും, ശ്രദ്ധിക്കും. ഏതൊക്കെ എവിടെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെ, ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, ലൈറ്റിംഗ് ഒക്കെ നോക്കുന്നത് കണ്ടിട്ടാണ് നമ്മള്. പണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടോണ്ടിരുന്ന എവിടെയാണെന്ന് അറിയാം. ഒരു 10 വർഷം മുമ്പ്
സിനിമാ ഭ്രാന്തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് അതിന് തുടക്കം കുറച്ച് ആളുകളാണ്. ഞാനിപ്പോ പറയുന്നത് ഞാനിപ്പോ ഇതുമായിട്ട് നമ്മുടെ പടത്തിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഇന്റർവ്യൂ, പക്ഷെ ആദ്യമായിട്ട് പറയാം സിനിമാ ഭ്രാന്തന്റെ ഈ പറഞ്ഞ ഫേസ്ബുക്ക് പേജും കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ട് കുറെ കാലമായിട്ട് ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നെങ്കിലും ഒരു ദിവസം സിനിമ, അന്ന് ഇന്റർവ്യൂസ് ഒന്നും ഇത്ര സജീവമല്ല, അപ്പൊ ഞാൻ എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ പടവും അല്ലെ എന്റെ മുഖമൊക്കെ ഈ ഇതിൽ വരണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചതാണ്. ഞാനിപ്പോ ഇവിടെ നിന്ന് സിനിമാ ഭ്രാന്തിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നതാണ് സന്തോഷമുണ്ട്. അടിപൊളി അടിപൊളി. അത് നമ്മൾ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് പിള്ളേർ എന്തെങ്കിലും മനസ്സിലായി നടത്തി എടുക്കണം. അതെ, ഞാനിപ്പോ അത് നടത്തി തരാനുള്ള ഒരു താങ്ക് യു. നല്ല ഇന്റർവ്യൂ ആണ് അല്ലേ? താങ്ക് യു. അപ്പൊ എല്ലാരും ജൂൺ 6 ഇപ്പൊ തഗ് റിലീസ് ആവുകയാണ്. തഗ് ലൈഫ് അല്ല തഗ്. തഗ് ലൈഫും കാണണം. 5-ാം തീയതി തഗ് ലൈഫ് റിലീസ് ഉണ്ട്, 6-ാം തീയതി ഞങ്ങളുടെ തഗ് റിലീസ് ഉണ്ട്. രണ്ട് സിനിമകളും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫുൾ നെയിം അതാ ശരിക്കും. അതൊരു കേസ് നമ്പർ ആണ്. CR 143/24 എന്ന് പറയുന്നത് ഒരു കേസ് നമ്പർ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് പടത്തിൽ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. അപ്പൊ കുറെ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സിനിമയിൽ. അപ്പൊ 6-ാം തീയതി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവരും പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്.